ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മൊബൈലിലൊക്കെ ഡിഫോൾട്ടായിട്ട് സാധാരണ ഒരു കീബോർഡ് ഉണ്ടാകും. എന്നാൽ ഏറ്റവും നല്ലൊരു കീബോർഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗൂഗിളിലെ തന്നെ ജീബോർഡാണ്. ജീബോർഡിൽ ഒരുപാട് നല്ല ഫീച്ചറുകൾ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ അതിൽപ്പെട്ട ഒരു നല്ലൊരു തകർപ്പൻ ഫീച്ചറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡ് ഉപയോഗിക്കുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു പുതിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ലിങ്കിലൂടെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യുക. എന്താണ് നമുക്ക് ആ തകർപ്പൻ ഫീച്ചർ എന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ മൊബൈലിൽ നിന്നും ആർക്കെങ്കിലും മെസ്സേജ് അയക്കാൻ വേണ്ടി കീബോർഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിൽ തന്നെ ഒരു സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇവിടെ തീം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ തീം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഒരു തീം, ബ്ലൂ കളറുള്ള ഒരു തീം ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്നല്ല വേണ്ടത്. നമുക്കിവിടെ നമ്മുടെ തന്നെ ഒരു ഫോട്ടോ ഇവിടെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മൈ തീം എന്ന് പറഞ്ഞ ഒരു പ്ലസ് ബട്ടൺ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നിന്നും നിങ്ങളൊരു ഫോട്ടോ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യാണ്. നമുക്കിവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ഭാഗമാണ് വേണ്ടത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഫേസ് മാത്രം ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫേസ് മുഴുവനായിട്ടും ഇവിടെ കാണുന്നില്ല. നമുക്കിവിടുന്ന് ബാക്ക് വന്നിട്ട് അത് ഒന്നുകൂടി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്ര വരെ വെച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. എത്രത്തോളം നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള ആ ഒരു രൂപത്തിൽ കണ്ടാൽ മതിയെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ട്, കാരണം നമുക്കിവിടെ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു കീബോർഡിൻ്റെ അക്ഷരങ്ങളൊക്കെ തെളിഞ്ഞ് കാണണമല്ലോ, അതിന് അനുസരിച്ചിട്ടുള്ള ഒരു രൂപത്തിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുക്കാം. ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അത് സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ അപ്ലൈ എന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ സെറ്റായിട്ടുണ്ടാവും. നമുക്ക് ബാക്ക് വന്നിട്ട് നമ്മുടെ കീബോർഡ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കീബോർഡിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു വെറൈറ്റി തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫാമിലി ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫോട്ടോസോ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കീബോർഡിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബായ്.